എങ്ങനെയാണ് ഇവിടെ ABC പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ളത്, അനിമൽ ബർത്ത് കൺട്രോൾ. അതുപോലെ പാലക്കാടിന്റെ MLA ABC പദ്ധതി പ്രകാരം വന്ധ്യംകരിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ വിത്തുകാളെ ഇപ്പൊ എവിടെയാ എന്നാണ് കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉടനടി അറസ്റ്റ് ചെയ്യുവാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം. ഒരു നിമിഷം പോലും MLA സ്ഥാനത്ത് തുടരുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യനല്ല. ഇവിടെ ഈ പ്രതിഷേധ സമരത്തിന് വരുന്ന സമയത്ത് ഇതിന് തൊട്ടു മുൻപ് 8 മണിക്ക് ഒരു ചാനലിലൂടെ വന്ന ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ കേട്ടു. സത്യത്തിൽ കേരളത്തിലെ മനുഷ്യന്റെ മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കാനായിട്ട് തയ്യാറാവണം. ആ പെൺകുട്ടി പൊട്ടി കരയുകയാണ്, വിങ്ങിക്കരയുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരിലെത്തി വീഡിയോ കോൾ വഴി ആ പെൺകുട്ടിയെ ടാബ് കഴിക്കാൻ നിർബന്ധിക്കുകയാണ് ഇയാള്. ഇത്രത്തോളം ഒരാൾക്ക് അധപ്പതിക്കുവാൻ സാധിക്കുമോ എന്ന് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യന് സാധിക്കാവുന്നതിലും അധപ്പതിച്ചുകൊണ്ട് ഒരു മൃഗത്തെ പോലെ, ഒരു പേവട്ടിനെ പോലെ, ഒരു സൈക്കോപാത്തിനെ പോലെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയെ ഗുളിക കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. എന്തിനാണ്? ഗർഭചിത്രം ചെയ്യുന്നതിന് വേണ്ടി, അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടി. ഇയാളും ഒരു അമ്മയുടെ വയറ്റിലല്ലേ പിറന്നത്? ഇയാൾക്കുമില്ലേ സഹോദരിമാരെ? ഇയാളുടെ കുടുംബത്തിനുമില്ലേ സ്ത്രീകള്? ഇത്തരത്തിലൊരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗുളിക കഴിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറയുന്ന വാക്കുകളുണ്ട്, ബ്ലീഡിംഗ് 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 എന്നുള്ളത്. കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളും ഇത് കേട്ടു നോക്കണം. ആ പെൺകുട്ടി കടന്നുപോയിട്ടുള്ള ഒരു ട്രോമ ആ പെൺകുട്ടി പറയുകയാണ്. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഫിസിക്കലി മെന്റലി ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എന്ന് പറയുകയാണ്. ഇത്രത്തോളം നിർബന്ധിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അബോർട്ട് ചെയ്യുവാൻ ഈ ഒരു പേവെട്ടിന് എങ്ങനെയാണ് ആ പെൺകുട്ടിയെ നിർബന്ധിപ്പിക്കാൻ സാധിച്ചത്? ഈ ഒരു സൈക്കോപാത്തിനെ ഉടനടി വന്ധ്യംകരിക്കുക ചെയ്യുകയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ടേ കാണാൻ സാധിക്കില്ല. ഇയാളെ, ഇങ്ങനെയുള്ള ഒരാളെ പൊതുസമൂഹത്തിൽ നടക്കാൻ അനുവദിക്കരുത്. ഇവിടുത്തെ തെരുവ് പട്ടിയെ കല്ലെറിഞ്ഞോട്ടിക്കുന്നത് പോലെ എങ്ങനെയാണ് ഇവിടെ ABC പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ളത്, അനിമൽ ബർത്ത് കൺട്രോൾ. അതുപോലെ പാലക്കാടിന്റെ MLA ABC പദ്ധതി പ്രകാരം വന്ധ്യംകരിക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ ആ പെൺകുട്ടി അനുഭവിച്ച വേദനകൾ, ആ പെൺകുട്ടി കടന്നുപോയ സിറ്റുവേഷൻസ് നമുക്കാർക്കും സങ്കല്പിക്കാൻ സാധിക്കുന്നതിലും എത്രയോ വേദനയോടെയാണ്. ഇവിടെ ഓരോ ദിവസവും പുറത്തുവരുന്ന ഈ ശബ്ദ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഈ രാഹുലിനെ പിന്തുണയ്ക്കുന്ന വെട്ടുകിളി കൂട്ടങ്ങളുണ്ടല്ലോ, സൈബറിടങ്ങളിൽ അവർ പറയുന്നുണ്ട്, ഇവിടെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ചെറുപ്പക്കാരെ ഇത്തരത്തിൽ പെണ്ണ് കേസുകളിൽ പെടുത്തുന്ന കുമാരപിള്ള സാറിന്റെ തിയറിയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് ആ പരാതിക്കാരി നിങ്ങളുടെ സൈബർ ആക്രമണങ്ങളെ എല്ലാത്തിനെയും നേരിടാൻ തയ്യാറായിക്കൊണ്ട്, നിങ്ങളുടെ ഏത് ആക്രമണങ്ങളെയും നേരിടാമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി നൽകി. ഇനി ആ പരാതിയിന്മേൽ നടപടിയെടുത്ത് ഈ ഒരു സൈക്കോപാത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ്. ആ പെൺകുട്ടി ഇന്ന് പരസ്യമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിന്റെ സ്ത്രീ ശബ്ദമായിട്ട് അവൾ മാറിയിരിക്കുകയാണ്. അവൾ കേവലം അതിജീവിതയല്ല, പോരാടാൻ ഉറച്ചു വന്നിട്ടുള്ള ഈ കേരളത്തിലെ നിങ്ങളുടെ സൈബർ ആക്രമണങ്ങളെയും നിങ്ങളുടെ വെല്ലുവിളികളെയും നിങ്ങളുടെ PR വർക്കുകളിലൂടെ ഈ പാലക്കാടിന്റെ MLA നിങ്ങൾ വെള്ളപൂശി എടുത്തുകൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെയും ഒരു പെൺകുട്ടി നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഉറച്ച ശബ്ദത്തോടുകൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു ആക്രമണങ്ങളെ മുഴുവൻ പ്രതിരോധിച്ചുകൊണ്ട് കേരളത്തിന്റെ ശബ്ദമായി അതിജീവിതം മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.